My submission to you, sir, my submission to you is that please do scrap this 267. Please, I have already explained it in Please detail. scrap this. Why do you want this? I have already explained. Why do you want this? I have already explained Sir, in detail. scrap this. Scrap this 267. You agree that the rule will take this subject up? Rules will apply to that. Rules will apply to that. There is a rules will apply to that. No. രാജ്യസഭയിലെ CPM അംഗമായ ജോൺ ബ്രിട്ടാസും സഭാധ്യക്ഷനായ ഡെപ്യൂട്ടി ചെയർമാൻ ശ്രീ ഹരിവംശം തമ്മിൽ കൊമ്പുകോർക്കുന്നതിൻ്റെ ഏതാനും ചില ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ഇന്ന് തുടർച്ചയായ 5-ാം ദിനവും പാർലമെന്റിന്റെ ഇരുസഭകളും ബഹളത്തെ തുടർന്ന് നിർത്തിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. തുടർച്ചയായ 5-ാം ദിനവും രാജ്യസഭയിൽ ഇന്ന് 20ഓളം നോട്ടീസുകളാണ് റൂൾ 267 പ്രകാരം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ അംഗങ്ങൾ സഭാധ്യക്ഷന് സമർപ്പിച്ചത്. എന്നാൽ തുടർച്ചയായ 5-ാം ദിനവും ബീഹാറിലെ വോട്ടർ പട്ടിക വ്യക്തിനിരത്തൽ അടക്കമുള്ള വിഷയങ്ങൾ പ്രതിപക്ഷം ഉന്നയിച്ചിട്ടും 20-ലധികം നോട്ടീസുകൾ ലഭിച്ചിട്ടും മുഴുവൻ നോട്ടീസുകളും അതിന്റെ വിഷയം പോലും വായിക്കാതെ തള്ളിക്കളയുന്ന ഒരു സമീപനമാണ് ഡെപ്യൂട്ടി ചെയർമാനായ ശ്രീ ഹരിവംശ സ്വീകരിച്ചത്. ഇതോടെ രാജ്യസഭയിൽ പ്രതിപക്ഷം പ്രതിഷേധവുമായി രംഗത്തിറങ്ങി. ആദ്യം പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്നും സംസാരിക്കാൻ എഴുന്നേറ്റത് തൃണമൂൽ കോൺഗ്രസിന്റെ നേതാവായ ഡെറിക് ഒബ്രായൻ ആയിരുന്നു. ഡെറിക് ഒബ്രായൻ ആദ്യം തന്നെ ഹരിവംശിനും ഡെപ്യൂട്ടി ചെയർമാനായ ഹരിവംശിനും ഭരണപക്ഷത്തിനും ഒരു മുന്നറിയിപ്പ് നൽകുകയുണ്ടായി. കാരണം നോട്ടീസുകളെ കുറിച്ച് സംസാരിക്കുന്നതിനിടെ ഡെപ്യൂട്ടി ചെയർമാൻ ഒരേ പാർട്ടിയിലെ MP-മാർ തന്നെ പല വിഷയങ്ങൾ ഉന്നയിച്ച് നോട്ടീസ് നൽകിയിരിക്കുന്നത് അവർക്കിടയിലെ അഭിപ്രായ അനൈക്യത്തിന്റെ തെളിവാണെന്ന് വ്യക്തമാക്കുകയുണ്ടായി. ഇതോടെ തിങ്കളാഴ്ച സഭ വീണ്ടും സമ്മേളിക്കുന്നത് മുതൽ മുഴുവൻ പ്രതിപക്ഷ MP-മാരും ബീഹാറിലെ വോട്ടർ പട്ടിക വ്യക്തിനിരത്തലുമായി ബന്ധപ്പെട്ട് നോട്ടീസ് നൽകും എന്നൊരു മുന്നറിയിപ്പ് ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായ തൃണമൂൽ കോൺഗ്രസ് MP ഡെറിക് ഒബ്രായൻ നൽകുകയുണ്ടായി. ഇതിനുശേഷമാണ് ജോൺ ബ്രിട്ടാസിന്റെ രംഗപ്രവേശനം. ജോൺ ബ്രിട്ടാസ് എഴുന്നേറ്റ ഉടൻ തന്നെ അദ്ദേഹം വ്യക്തമാക്കിയത് രാജ്യസഭയുടെ റൂൾസ് ആൻഡ് പ്രൊസീജിയർ കോഡിൽ പറയുന്ന റൂൾ 267 എന്ന വകുപ്പ് ഇങ്ങനെ തുടർച്ചയായി നോട്ടീസ് തള്ളുന്നതിനേക്കാൾ അങ്ങ് സ്ക്രാപ്പ് ചെയ്യുന്നതാണ് അല്ലെങ്കിൽ നിർത്തലാക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു ജോൺ ബ്രിട്ടാസ് സംസാരിച്ചത്. നമുക്ക് രാജ്യസഭയിലെ ഇന്നത്തെ സംഘർഷത്തിന്റെയും ജോൺ ബ്രിട്ടാസ് സഭാധ്യക്ഷനുമായി കലഹിക്കുന്നതിന്റെയും ദൃശ്യങ്ങൾ പൂർണ്ണമായൊന്ന് കണ്ടുവരാം. Honorable members, I have received 20 notices under Rule 267. It's interesting to note that members are often giving suspension notices to discuss a wide variety of subjects. On 21st July 2025, 6 different issues were highlighted, whereas 4 different issues were submitted on each day from 22nd to 24th July 2025. The number of issues contained in notices on 25th, 28th, 29th, 30th and 31st July and on 1st and 4th August were 5, 4, 5, 6, 5, 7, 6, 6 respectively. Similarly, 7, 12 and 11 different subjects were mentioned in notices received on 5th, 6th and 7th August respectively. Today's 67 notices contain 5 different issues on which suspension of listed business are sought by members. Some members are submitting notices daily on varying issues. It appears that notices under Rule 267 are being used as a tool to create disorder in the House. In a similar situation, when the chair received 17 notices, please read. Please wait 1 minute. एक मिनट wait. Diwali ji, please. In a similar situation, when chair received 17 notices under Rule 267 on different subjects, the then chairman Sri Venkaiah Naidu ji on 19 July 2021 stated that, I quote, "The Secretariat has received as many as 17 notices for suspension of the rules under Rule 267. Members from 10 different parties have given me notices on the wide range of issues. Members belonging to the same party have given these notices on different issues. This suggests that there is no single view on the urgency of the issues for me to take up suspension of rules.
You cannot discuss 17 issues simultaneously. Nobody can dictate the chair. I am sorry to say this. Unquote. Some members have asked yesterday that I read out the names and subjects of the Rule 267 notices. However, there is established practices from the past not to disclose names as well as subjects of 267 notices. Most of the time, the previous chairman, Sri Venkaiah Naidu ji, would only indicate not admitting suspension notices. During the chairmanship of Sri Hamid Ansari ji, the disposing of 267 notices were not even announced in the house. The notices received today are declined. Derek ji, please. Derek ji. आप सब बैठ जाए. Derek ji कुछ बोलना चाहते? Please. Sir. Please. Thank you, sir. First time I'm speaking in many months. Sir, please. When you cite a precedent, sir, Please, नहीं, आप बोलने दे. Please. When you cite a precedent, fair enough, for any subject, there are always 3 counter precedents. Leave that aside, sir. Let's today, on behalf of all of us, the LOP is not here. Let's today make a commitment from here. On Monday morning, we will submit all on the subject of SIR 40 that notices. rule will apply. You agree That rule you will will apply. take this subject up? Rules will apply You to agree? that. Rules will apply to that. Opposition. Derek Sir, ji, one rules will minute. apply to Sir, that. one minute. No. Sir, one minute. No. Sir, one minute. Sir, John one Britas. minute. John Sir. Britas. Yes, John Britas. John Britas, you tell. John Britas. Now John Britas. I have already given you. Please. John Britas ji. I have already given you opportunity. Sir. 1 minute. Sir. 1 minute. Sir. Thank you very much, sir. Derek ji, 1 minute. Sir. 1 minute, Derek ji. Derek ji, हाँ. The other point is, sir, Please, be brief. Please. हाँ. Please. sir, I feel bad. No, please. Because he's Speak. screaming. Sir, the other point is, Please. sir, the other point is, it is a democratic right. Please. Sir, I'm not finished. Thank you. There can be But I have multiple already subjects. told. John Britas. Sir, thank you, sir. Sir, Rule 267 itself. Sir, Sir, please allow me, sir. Tell me. Sir, in this rule book, which says the rules of procedure and conduct of business in the Council of States, Rajya Sabha. उसके बारे में बहुत विस्तार से मैंने explain कर दिया है. Sir, allow me. Rule 267 के बारे में बहुत विस्तार से please बता allow दिया. me. Please allow me. Page number 92, 267 I have read. clearly specify how the members can put across an issue under 267. My submission to you, sir. Sir, my submission to you is that please do scrap this 267. Please, I have already explained it in detail. Please scrap this. Why do you want No, this? I have already explained. Why do you want this? I have already explained Sir, in detail. scrap this 267. And sir, Tiwari ji. India is a rich Tiwari ji, country. please. Nothing is going on record. तिवारी जी, आप बोलो. सर, विनम्रता से मैं आग्रह करना चाहता हूं आपसे, आपके प्रति पूरा आदर व्यक्त करते हुए कि संपूर्ण विपक्ष चाहता है, मेरी बात तो सुन लीजिए। जी, मैं समझ गया। संपूर्ण विपक्ष चाहता है कि सदन की कार्रवाई शांतिपूर्वक चले, जैसा आप भी चाहते हैं। मेरा एक सुझाव है 267 पर, उस पर मैं स्पष्ट ओपिनियन दे चुका हूं। आप एक देखें ना, इस पे जो रूलिंग है, जो वर्डिंग है, साफ है। जब देश के लोकतंत्र प्रमोद जी, मैंने उस पर रूलिंग दे चुका हूं। मैं रूलिंग दे चुका नहीं। तिरुचि शिवाजी, खतरा हो, तिरुचि जी, प्लीज, तिरुचि जी, सर, प्लीज 1 मिनट, प्लीज, सर, तिरुचि जी, the laid down rules of procedure and the conduct of business in the Council of States should not only be on paper, sir, but should also be in practice. I have already explained in detail about it. Kindly, please. When there is a rule, every day you are citing a reason why these notices are rejected. Kindly give us a clear picture of what are the reasons by which these are all rejected, so that we can vote, check that and give us मैंने अपने previous rulings में I have already given all the reasons in detail. Members, please. What's the use of this, sir? This is 0 hour. This is 0 hour. आप please, no, not allowing. 0 hour.
प्लीज। माननीय सदस्य, मैं आपको बताना चाहूंगा, आज तक ऑनरेबल मेंबर्स ड्यूरिंग द करंट सेशन वी हैड द अपॉर्चुनिटी टू टेक अप 195 स्टार क्वेश्चंस, 195 zero hour submissions and 195 special mentions on various important issues so far. However, due to continuous disruptions, we have been able to take up only 13 start questions, 5 0-hour submissions and 17 special mentions. Because of the disruptions, we have lost 56 hours and 49 minutes of the session so far. The House will meet at 12 noon today.